ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ പാഴാക്കി കളയുന്ന റീൽസുകൾ കണ്ട് കളയുന്ന ഒരുപാട് നിമിഷങ്ങളിൽ വെറും ഒരു 1.5 മിനിറ്റ് ഇവിടെ നിങ്ങൾക്ക് ചിലവഴിക്കാനുണ്ട് എങ്കിൽ നിങ്ങളൊരു പഠിപ്പിസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഉഴപ്പനായിക്കോട്ടെ, നിങ്ങളൊരു മിഡിൽ ക്ലാസ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. പലരും ചോദിക്കുന്നുണ്ട് പഠിക്കാനുള്ള ട്രിക്ക്, പഠിച്ചത് മറക്കാതിരിക്കാനുള്ള ട്രിക്ക്, പഠിപ്പിയാകേണ്ട പക്ഷേ പഠിച്ചത് എന്തായാലും പരീക്ഷയ്ക്ക് എഴുതി ആവശ്യത്തിലുള്ള മാർക്ക് മേടിക്കാനുള്ള ട്രിക്ക്, മടി മാറ്റാനുള്ള ട്രിക്ക്. എന്തായാലും ഈ വീഡിയോയിൽ പഠിപ്പിസ്റ്റും ഉഴപ്പനും തമ്മിലുള്ള, പഠിക്കുന്ന വിദ്യാർത്ഥിയും ഉഴപ്പി നിൽക്കുന്ന വിദ്യാർത്ഥിയും തമ്മിലുള്ളൊരു വലിയ വ്യത്യാസം അത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാത മാറ്റാം, എങ്ങോട്ട് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് മീ അഖിൽ സതീഷ്, വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഒരൊറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അതിൻ്റെ പിറ്റേന്ന് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു ഉഴപ്പനാണ്. കാരണം പരീക്ഷയുടെ തലേ ദിവസം പാഠഭാഗങ്ങൾ പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് കൂട്ടായിട്ട് പ്രഡിക്ഷൻസ് ഇപ്പോൾ വരുന്നത് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് എബോവ് ആവറേജ് മാർക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ ഒരാഴ്ചയിൽ പഠിപ്പിക്കുന്നത് അന്നേ ദിവസം ആ ഒരു വീക്കെൻഡിൽ പഠിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ, വലിയ പഠിപ്പിച്ചതൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ മാന്യമായിട്ട് എയോ A+ നേടി പാസ്സാകുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ഇത് ഒരാഴ്ചയോ 2 ആഴ്ചയോ ചെയ്തിട്ട് കാര്യമില്ല, ആ അക്കാദമിക്കിൽ മുഴുവനായിട്ട് ചെയ്യുക. ഇനി ഉഴപ്പൻ്റെ ഞാൻ പറഞ്ഞ പോലെ അവർ ഓരോന്നായിട്ട് മാറ്റിവെക്കും. അതെ, നാളെ ചെയ്യാം, പോടെ, സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അവധി ദിവസങ്ങൾ എൻജോയ് ചെയ്യുക തന്നെ വേണം. പക്ഷേ അതിൽ ചെറിയൊരു പോർഷൻ പഠിപ്പിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ, പഠിച്ചു നോക്കാൻ. ഇപ്പോൾ SLC മോഡൽ പരീക്ഷ വരുമ്പോൾ മാത്രമാണ് ആ ഒരു ചൂട് വരുന്നത് എന്ന് പല രക്ഷകർത്താക്കളും ട്യൂഷൻ സ്ഥാപനങ്ങളിലും അധ്യാപകരോടും വന്ന് പറയാനുണ്ട്. അത് മാറ്റണമെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ടുകൾ തിരിച്ച് ഈ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.